ക്ലെമന്റ്, ഇപ്പോൾ പുതിയ ജനറേഷൻ ഒക്കെയും എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നത് പലപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പൂർണ്ണമായും ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്, അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ക്ലെമന്റിൻ്റെ അഭിപ്രായം എന്താണ്? കൂടുതലായി ഒരു സാധനം ഏതായിക്കോട്ടെ അത് ലഭ്യമാകുമ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കും. അത് ഡാറ്റ ആയാലും മദ്യമായാലും എന്ത് സാധനമായാലും അതൊരു ടെൻഡൻസി ആണല്ലോ. അപ്പോൾ മദ്യം ഇങ്ങനെ കൂടുതലായും നമുക്ക് അവൈലബിൾ ആകുന്നു, എപ്പോഴും എവിടെയും അവൈലബിൾ ആകുന്നു എന്നൊരു സാഹചര്യം സ്വാഭാവികമായും അത് ഉപയോഗിക്കാത്തവരെ പോലും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് നയിക്കും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് കരുതുന്നവരുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പൊ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിപ്പം ഇവരുടെ സർക്കാരിന്റെ ഇതിലുള്ള വാദങ്ങളാണ് അതിലും വിചിത്രം. അതായത് സർക്കാർ പറയുന്നത് ടൂറിസം മേഖലയിലെ ബാറുകളുമായി സമയം ഏകീകരിക്കുന്നു, അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ കേരളത്തിലെ ബാറുകളുടെ ഒരു 80% ടൂറിസം മേഖലയിലൊന്നുമല്ല, സാധാരണ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഏകീകരണത്തിന്റെ ഒരു ആവശ്യം എന്താണെന്നാണ് നമുക്ക് ശരിക്കും അറിയാൻ മേലാത്തത്. അതായത് അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഏകീകരിക്കാൻ വേണ്ടി എങ്കിൽ 12 മണി എന്നുള്ള ഒരു 11 മണി അല്ലെങ്കിൽ ഒരു 10 മണിയാക്കി കുറയ്ക്കായിരുന്നല്ലോ. പക്ഷെ അതിന് പകരം സമയം കൂട്ടുന്നത് വഴി ഇവിടെ ആർക്കാണ് ശരിക്കും ലാഭം കിട്ടുന്നത്? ഇതിപ്പം യൂത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂത്തിനെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. പുതിയൊരു പഠനങ്ങൾ അനുസരിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ജെൻ സി കിഡ്സിൽ മദ്യത്തിന്റെ ഇത് കുറയുന്നുവെന്ന്. അതായത് പലയിടത്തും മദ്യത്തിന്റെ അവര് ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ അളവ് തന്നെ കുറയുന്നുവെന്ന്. അപ്പം ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ജനതയെ ഇനി എന്നെ കൂടുതൽ അവരുടെ മനസ്സ് മാറ്റി അവരെ മദ്യത്തിലേക്ക് തള്ളിവിടാൻ തന്നെയാണോ സർക്കാരിന്റെ ഇങ്ങനത്തെ ഒരു നയമെന്നാണ് നമുക്കിവിടെ അറിയാൻ മേലാത്തത്. അതുപോലെ തന്നെ മറ്റൊരു സർക്കാരിന്റെ വിചിത്രവാദം എന്ന് പറയുന്നത് ലഹരി മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് മദ്യലഭ്യത കൂട്ടുന്നതെന്നാണ്. ഇപ്പൊ ലഹരി മരുന്നിന്റെ ഇത് കുറയ്ക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് പോലീസും എക്സൈസും ഒക്കെയാണ്. അത് പിടിക്കുകയോ അല്ലെങ്കിൽ വ്യാജമദ്യം തടയുകയൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ അവരുടെ ഒരു തോൽവിനെ മറച്ചു വെക്കാൻ വേണ്ടി മദ്യത്തിന് ലഭ്യത കൂട്ടുകയാണോ ചെയ്യേണ്ടത്? ഇതിപ്പോ മദ്യത്തിന് ലഭ്യത കൂട്ടാൻ ലഹരി മരുന്ന് കുറയുമെന്ന് ഇവർക്ക് സർക്കാരിന് എന്തെങ്കിലും പഠനങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഇപ്പൊ ഒന്നും അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഇലക്ഷൻ വരാറായപ്പോഴത്തേക്കും ഒരു ലോബി, മദ്യ ലോബിയുടെ അല്ലെങ്കിൽ അബ്കാരി ലോബികളുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ക്വിക്കോ പ്രോക്കുക പോലെയാണ്. അതായത് ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കൂട്ടിത്തരുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികം കിട്ടണമെങ്കിൽ എന്തെങ്കിലും അതിനുവേണ്ടി സർക്കാർ നടത്തിയ ഒരു പെട്ടെന്നെടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഇത്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോ ശരിക്കും സർക്കാർ ഇരട്ടത്താപ്പല്ല. ഇനി പോട്ട് ഇതെല്ലാം മാറ്റി സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം തികച്ചും ഒരു കച്ചവട ഒരു ഇതിനോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു നികുതി എന്നുള്ള ഒരു ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ പോലും ഇപ്പൊ സർക്കാർ ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയ്ക്കും ഇത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്ന ചെലവ് വഴി സർക്കാരിന് 1 രൂപ കിട്ടുന്നിടത്ത് 2 രൂപ ചെലവാണ് വരുന്നത്. സോ എങ്ങനെ നോക്കിയാൽ പോലും ഇതൊരിക്കലും ഒരു നല്ലൊരു തീരുമാനമല്ല. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരു ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കച്ചവടം അല്ലല്ലോ സർക്കാരിന്റെ ഒരു ഉദ്ദേശം. സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഉള്ള ഒരു ഇതാണ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇതാണല്ലോ ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മദ്യനയം തീർച്ചയായും ഒരു കേരള ജനതയുടെ സമാധാനത്തിന്റെ നട്ടലൊടിക്കുന്ന ഒരു നയം തന്നെയാണിത്. ശരി. അപ്പോൾ പുതിയ ജനറേഷനുകളിലും യുവാക്കളിലും ഒക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ശ്രീ ഫിലിപ്പ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.